പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, എടാ നിന്റെ വീട് നീ പണിതല്ലോ പെങ്ങളെ, നിനക്ക് അല്ലാഹു ഒരു വീട് തന്ന് എന്തുകൊണ്ട് നിന്റെ വീടിന്റെ അകത്ത് ബറക്കത്തില്ല? എന്തുകൊണ്ടാണ് നീ വാങ്ങിയ ബോട്ട് വാങ്ങിയതാ കടലിലേക്ക് പോയി മീൻ പിടിക്കാൻ പോകുന്നു, ആ ബോട്ടിന്റെ അകത്ത് ബറക്കത്തുണ്ടാകാത്തതിന്റെ കാരണം എന്താ? അല്ലാഹുവേ, ഏത് ബിസിനസ് തുടങ്ങിയാൽ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ബിസിനസ് ആണ് കൂട്ടായിൽ പലരും ചെയ്യുന്നത്. പക്ഷേ അവരൊക്കെ രക്ഷപ്പെട്ടു, നീ മാത്രം രക്ഷപ്പെടാത്തതിന്റെ കാരണം എന്താ? എന്റെ പ്രിയമുള്ളവരെ, 5 കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ പേരിലാണ്. 5 കാര്യങ്ങൾ ചെയ്താൽ അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യുമെന്നാണ്. അതുകൊണ്ട് ഉറങ്ങാതെ സമയം പാഴാക്കാതെ ഈ 5 കാര്യങ്ങൾ കേൾക്കാതെ ഒരാളും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകരുത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു സഹാബി കടന്നു വരികയാണ്. അതാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇദാ ഹമ്മ അഹദുകും ബിൽ അംർ ഫൽയുസല്ലി റകഅതൻ മിൻ ദൂനിൽ ഫരീള. ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യനെ കടന്നു വരികയാണ്, ഒരു സഹാബി കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ്, ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുകയാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്തേ നബിയേ? ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്തേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ടൊരു സഹാബി ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? വീട് വെക്കാൻ തീരുമാനിച്ച ചെറുപ്പക്കാരാ, എഞ്ചിനീയർ തിരയുന്നതിന് മുമ്പ്, പ്ലാൻ തിരയുന്നതിന് മുമ്പ്, പടച്ചവനെ വീട് വെക്കാറുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന് മുമ്പ് നീ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ചെയ്യടാ ചെറുപ്പക്കാരാ. എങ്കിലേ പടച്ചവൻ നിന്നെ സഹായിക്കൂ, അതിലൂടെ നീ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടൂ. അതുകൊണ്ട് പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ കാര്യം നീയോ നിന്റെ ഭർത്താവോ നിന്റെ മക്കളോ ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? 2 റക്അത്ത് നമസ്കരിക്കണേ. വീട് വെക്കാൻ തീരുമാനിക്കുന്നവന്, പെണ്ണ് കെട്ടാൻ തീരുമാനിക്കുന്നവന്, വീട് വെക്കാനും കുറ്റിയടിക്കാനും വണ്ടിയെടുക്കാനും നീ എന്ത് ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചാലും നീ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? ഒന്നുപെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കണേ. ഒന്നുപെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കണേ. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിനോട് പറയണം, ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ്, പടച്ചവനെ വീട് വെക്കാൻ തുടങ്ങുകയാണ്, പടച്ചവനെ വാഹനമെടുക്കാൻ തുടങ്ങുകയാണ്. നല്ലതാണോ മോശമാണോ എനിക്കറിയില്ല, നിനക്കേ അറിയോ. അതുകൊണ്ട് നല്ലതാണെങ്കിൽ നടത്തി തരണേ അല്ലാ. പോകുന്ന വഴികളൊക്കെ തുറന്നു തരണേ അല്ലാ. ഇതിലൂടെ ഞാൻ കഷ്ടപ്പാടായാൽ, എനിക്കിത് കണ്ണീരാണെങ്കിൽ, എന്നെ ഇത് ദാരിദ്ര്യത്തിലെത്തിക്കുമെങ്കിൽ, ലക്ഷങ്ങളുടെ കടങ്ങളിലെത്തിക്കുമെങ്കിൽ, എന്റെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണെങ്കിൽ ഇത് നീ തട്ടി മാറ്റണേ അല്ലാ എന്ന് നീ ആദ്യം ദുആ ചെയ്ത്, ആദ്യം നിസ്കരിച്ചു ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്യേണ്ടത് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് ദുആ ചെയ്യണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. വീട് വെക്കാൻ തീരുമാനിച്ചപ്പോ ആദ്യം 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ബിസിനസ് തുടങ്ങാൻ നേരത്ത് ബോട്ട് വാങ്ങാൻ തീരുമാനിച്ച നീ നിസ്കരിച്ച് ദുആ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ബോട്ട് മുതലാളിമാരൊന്ന് കൈപൊക്കിക്കേ. പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു, പെണ്ണ് കാണാൻ പോകുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്ത ഏതെങ്കിലും ഭർത്താവ് ഉണ്ടെങ്കിൽ കൈപൊക്കിക്കേ. ഒന്നിനും പൊക്കിയില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാനാ? അല്ലാഹു കാക്കുമാറാകട്ടെ. ഇപ്പം മനസ്സിലായോ നിന്റെ ജീവിതത്തിൽ എന്തേ ബറക്കത്തില്ലാത്ത?
എടാ ചങ്ങാതി, അള്ളാനെ ഒന്നും ഓർക്കത്തില്ല, ബോട്ടും എടുത്ത് ബോട്ടും വാങ്ങിച്ച് കടലിൽ പോയിട്ട് വിളിക്കുക അല്ലാ അല്ലാ അല്ലാ. ഒരു ബോട്ടും എടുത്തിട്ട് കടലിൽ പോയിട്ട് ഇങ്ങനെ തുഴഞ്ഞുകൊണ്ട് നോക്കുക, ഒന്നും കിട്ടണില്ല. ക്യാമറ വെച്ച് നടന്നൊന്നും കിട്ടണില്ല. അവസാനം കരയെ വന്നിട്ട് ലക്ഷങ്ങളുടെ കടം വന്നപ്പോ വിളിക്കുക അല്ലാ അല്ലാ അല്ലാ. അപ്പൊ വിളിക്കുക ഏത് പൊട്ടനെ കൊണ്ടും പറ്റും, ആരും വിളിക്കും, അത് അല്ല വിളിപ്പിച്ചതല്ലേ. എടാ സർവ്വതും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോ പിന്നെ വിളിക്കാൻ ആരെ കൊണ്ടും പറ്റും? സാക്ഷാൽ ഫിറവും വിളിച്ചില്ലേ? മൂസാ നബി പുറകെ നടന്നിട്ട് പറഞ്ഞു, എടാ ചങ്ങാതി അള്ളാനെ കൊണ്ട് വിശ്വസിക്കടാ. ഏയ് അന റബ്ബുക്കുമുൽ അഅ്ല മൂസ, ഞാനാ അല്ലാ, ജീവിപ്പിക്കും മരിപ്പിക്കും. ശൈത്താൻ പറഞ്ഞതാ, ശൈത്താൻ ഏറ്റവും വലിയ ശൈത്താൻ. പക്ഷെ അവനോ അവസാനം ചെങ്കടലിൽ മുങ്ങിച്ചാകുന്ന സമയം അവൻ തന്നെ പറഞ്ഞു, ഹത്താ ഇദാ അദ്റകഹുൽ ഗർഖു, വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാകാൻ പോയ സമയത്ത്, മൂസ നീ പറഞ്ഞൊക്കെ ശരിയാട്ടാ, അപ്പ കിടന്ന് വിളിച്ചിട്ട് കാര്യമുണ്ടോ? എടാ ചങ്ങാതി, ഉണ്ടാക്കിയത് മുഴുവനും നഷ്ടപ്പെട്ടു പോയതിനു ശേഷം വിളിച്ചിട്ട് കാര്യമില്ല. വിളിക്കേണ്ട സമയത്ത് തന്നെ വിളിക്കണം. നീ ഏതൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചപ്പോഴും നീ ആദ്യം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം അള്ളാനോട് ചോദിക്ക്, ഇത് നല്ലതാണോ മോശമാണോ? അല്ലാ എനിക്കറിയില്ല അല്ലാ, ഈ വീട് വെക്കാൻ ഞാൻ ഇറങ്ങുകയാ, ഇവിടെ വീട് വെച്ചിട്ട് ഞാൻ മുടിഞ്ഞു പോവോ? എന്റെ സന്തോഷവും സമാധാനം പോകുമോ? അല്ലാ പടച്ചവനെ നല്ലതാണെങ്കിൽ നീ നടത്തണമെന്ന് പറഞ്ഞാ പോകുന്ന വഴികൾ മുഴുവനും അല്ല തുറന്നു തരും, എളുപ്പമാക്കി തരും. ഇല്ല, ഇത് ഷർറാണെങ്കിൽ നീ എനിക്ക് തട്ടിമാറ്റണം. പോകുമ്പോ എല്ലാ കാര്യത്തിനും മുടക്കം കണ്ടാ മനസ്സിലാക്കിക്കൊള്ളണം, അത് നല്ലതല്ലെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മുടക്കങ്ങൾ മാത്രം വരുമ്പോ നമ്മൾ പറയും, അതൊക്കെ പിന്നീട് വരാനുള്ളതൊക്കെ ഇപ്പോഴേ അള്ള തട്ടിമാറ്റാൻ. അങ്ങനല്ല. എടാ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോ ഇങ്ങനെ മുടക്കങ്ങൾ മാത്രം കാണുമ്പോ നമ്മൾ പറയും, എന്തായാലും വരാനുള്ളത് നേരത്തെ അങ്ങ് പോയതാ. അങ്ങനല്ല. നീ എന്ത് കാര്യങ്ങൾക്കും ഇറങ്ങുമ്പോൾ തടസ്സങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കിക്കൊള്ളണം, അത് നല്ലതല്ല. അള്ളാഹ് നേരിട്ടൊന്നും വരുത്തത്തില്ലല്ലോ, വഹിയൊന്നും ഇറങ്ങി വരുത്തില്ലല്ലോ. ഇപ്പൊ ഇങ്ങനെ ചില അടയാളങ്ങൾ കാണിച്ചു തരും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ആദ്യം എന്ത് ചെയ്യണം? ഒന്ന് പറ, എന്ത് ചെയ്യണം? ഇനിയെങ്കിലും ഒന്ന് പറ, എന്ത് ചെയ്യണം? 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പറ, എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. ഇനിയെങ്കിലും ചെയ്യണം കേട്ടോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. 2 ഞാൻ വിശദീകരിക്കുന്നില്ല. 2 താത്തമാരുടെ ഒക്കെ ഉറക്കം ഇന്നത്തോടുകൂടെ പോകും. എല്ലാത്തിന്റെ ഉറക്കം ഇന്ന് വീട്ടിൽ പോകുമ്പോ ബദർ നിങ്ങളുടെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞതാ, മനുഷ്യ കേട്ടില്ലല്ലോ. ഇന്നത്തോടുകൂടി തീരുമാനമാകും. 2 അള്ളാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്. രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നീ തീരുമാനിച്ചാൽ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. 114 അധ്യായങ്ങൾ കാണാം, 114 സൂറത്തുകൾ കാണാം. ആ സൂറത്തിന്റെ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയുമോ? സൂറത്തു ശുഅറാ. ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ശുഅറാ. ആ ശുഅറാ എന്ന് പറയുന്ന സൂറത്തെടുത്ത് നോക്ക്. അല്ലാഹുവേ, എന്താണ് ശുഅറാ എന്ന് പറഞ്ഞാൽ കൂടിയാലോചന, മുശാവറ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് രണ്ടാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? വഅംറുഹും ശൂറാ ബൈനഹും. അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. 2 മോനെ, കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ്, വീട് വെക്കാൻ തീരുമാനമെടുക്കുന്നതിന് മുമ്പ്, പെണ്ണ് കെട്ടാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്യണമെന്നറിയുമോ? കൂടിയാലോചന നടത്തണേ, അറിവുള്ളവരോട് ചോദിക്കണേ, വീട്ടിലെ കാരണവന്മാരോട് ചർച്ച ചെയ്യണേ. ഇത് ചെയ്യണമെന്ന് ചോദിക്കണമെന്ന് പറഞ്ഞത് അല്ലാഹുവാ. അങ്ങനെ ചോദിച്ച് കാണിച്ചു തന്നതും അല്ലാഹു തന്നെയാ. അള്ളയാ കാണിച്ചു തന്നത്. പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അതാ പരിശുദ്ധമായ ഖുർആൻ. വൈദ ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലു ഫിൽ അർളി ഖലീഫ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ ആദമിനെയും
ഇബ്രാഹിം ആദമിന്റെ സന്താന പരമ്പരകള് സൃഷ്ടിക്കുന്നതിന് വേണ്ടി പടച്ച റബ്ബ് തീരുമാനിച്ചപ്പോ അല്ലാഹു മലക്കുകളെ വിളിക്കുകയാ. എന്നിട്ട് പടച്ചവൻ ചോദിക്കുന്നു, മലക്കുകളെ, ഞാൻ മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ലാഹുവിന് ചോദിക്കേണ്ട കാര്യമില്ല. പടച്ചവൻ ഒരിക്കലും മലക്കുകളോട് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല. കാരണം മലക്കുകളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അല്ലാഹ് ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബാ. അല്ലാഹുവിനോടും മലക്കുകളോട് അഭിപ്രായം ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല. അല്ലാഹു എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ മലക്കുകളെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ലാഹ്ക്ക് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. അല്ലാഹ് എന്നിട്ട് എന്ത് പറഞ്ഞ്? ഈ മലക്കുകൾ അല്ലാഹുവിനോട് പറഞ്ഞു, വേണ്ട പടച്ചവനെ, അല്ലാഹ് പറഞ്ഞതെന്ത്? ഇന്നി അഅലമു മാ ലാ തഅലമു, നിങ്ങൾക്കറിയാത്തത് പലതും എനിക്കറിയാം. അല്ലാഹു മലക്കുകളോട് ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്നിട്ടും അല്ലാഹ് ഈഗോ കാണിക്കാതെ ചോദിച്ചു. അല്ലാഹ് അഭിപ്രായം ചോദിച്ചു. അതുകൊണ്ട് നീ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് അറിവുള്ളവരോട്, നിന്റെ കുടുംബത്തിലെ കാരണവന്മാരോട്, ബിസിനസ് ചെയ്ത് പരിചയമുള്ളവരോട് നീ ഒന്ന് ചോദിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ ചോദിക്കാറില്ല. ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓൻ ആരടാ അവൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ? ഓൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇപ്പം ചെയ്യാൻ ഓനാരാ? നമ്മളങ്ങനല്ല. എല്ലാം ചെയ്ത് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്ക്, അല്ലാഹ് മാതൃക കാണിച്ചു തന്നത് എന്തിന്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിന്റെ രണാങ്കണത്തിൽ പോകുമ്പോൾ സ്വഹാബത്തിനോട് ചോദിച്ചു, റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താ? ഹന്തക്കിന്റെ രണാങ്കണത്തിൽ പ്രവാചകൻ സ്വഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചു, നിങ്ങൾ പറ, നിങ്ങളുടെ അഭിപ്രായം എന്താ? സഹാബികൾ പറഞ്ഞത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു, ചരിത്രം പറയുന്നു. അപ്പൊ പ്രവാചകനും തന്റെ സ്വഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചു എന്ന് തെളിവായി. പക്ഷെ ഞാനും ചോദിക്കത്തില്ല, നിങ്ങളും ചോദിക്കത്തില്ല, നമ്മളാരും ചോദിക്കാറില്ല. പെണ്ണ് കെട്ടാൻ പോയപ്പോ എത്ര പേരാ ചങ്ങാതി വീട്ടിലെ കാരണവന്മാരോട് ചോദിച്ചത്? ഒന്ന് ആലോചിച്ചു നോക്ക്. വിവാഹ ജീവിതം പെണ്ണ് കെട്ടിയിട്ട് കിടന്ന് സക്കറാത്തിന്റെ വലി വലിക്കണ കാക്കാമാരുണ്ടല്ലോ, ഭർത്താക്കന്മാര്. ഞാൻ ചോദിക്കട്ടെ, നീ പെണ്ണ് കെട്ടിയപ്പോ നിന്റെ വീട്ടിലെ ഏത് കാരണവനോടാ നീ ചോദിച്ചേ? പെണ്ണ് കെട്ടിയിട്ടൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനല്ലേ, ചോദിച്ചുകൂടായിരുന്നോ? ഒന്നുമില്ലെങ്കിലും വാപ്പാനോടെങ്കിലും ചോദിച്ചൂടെ? അതെങ്ങനെ? പെമ്മക്കള് വീട്ടിൽ കയറി വന്നിട്ട് പറയും, വാപ്പ ഒരുത്തനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, കെട്ടിച്ച. മോളെ, അവൻ നമ്മുടെ ജാതിയല്ലല്ലോ, ഞാൻ പൊക്കോളാം. വാപ്പ കെട്ടിച്ചരണ്ട, ഞാൻ പൊക്കോളാം. 18 വയസ്സായി. കോടതി ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും അവനെ മതിയെന്ന്. അലച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം തീരുമാനമെടുക്കരുത്. സ്വന്തം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നീയൊന്ന് അഭിപ്രായം ചോദിക്കുക. എന്തഭിപ്രായമില്ലേ? ഒരു കാര്യത്തിനും ചോദിക്കത്തില്ല. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ ചിന്തിക്കത്തുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അക്കപ്പുറം അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിന്നെ ഇന്നത്തെ കാരണവന്മാരുടെ, നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നരുത്, ഇന്നത്തെ കാരണവന്മാരുടെ കാര്യമൊന്നും പറയണ്ട. ചെറുപ്പക്കാരെ കണ്ണീര് കുടിപ്പിക്കുന്ന കാരണവന്മാരുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ, പെണ്ണ് കെട്ടി കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലമായി, നിക്കാഹ് കഴിഞ്ഞിട്ട് 8 മാസമായി ഉസ്താദെ, എൻ്റെ പെണ്ണുമ്പിള്ള ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുക. ഞാൻ ചോദിച്ചു, നീ എന്തേടാ വിളിച്ചോണ്ട് വരാത്ത? വീട്ടുകാർ സമ്മതിക്കണില്ല ഉസ്താദെ, സ്വന്തം പെണ്ണുമ്പിള്ളയെ വിളിച്ചോണ്ട് വരാൻ. അപ്പൊ ചോദിച്ചു, അതെന്തേ? അല്ല, നാട്ടിൽ കുറെ നടപ്പുകളുണ്ട്, ചടങ്ങുകളുണ്ട്, അത് പറ്റിയാലേ പറ്റത്തുള്ളൂ. ഇസ്ലാം പറയുന്നു, നിക്കാഹ് കഴിച്ചു കഴിഞ്ഞ ഭാര്യയായില്ലേ? നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ അവനും ഭാര്യയും ഭർത്താവുമായി. അതൊക്കെ സുമ്മ ചടങ്ങ്. യഥാർത്ഥത്തിൽ ഇനി ഭാര്യയാകണമെങ്കിൽ ഒരു പോത്തിനെ വെട്ടി ബിരിയാണി വെച്ച് വിളമ്പി നാട്ടുകാർക്ക് കൊടുക്കണം. അപ്പോഴേ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റത്തുള്ളൂ. പച്ച മടല് വെട്ടിയിട്ട് ഇവിടെ കൊണ്ട് തള്ളണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ പറയുന്നവനെ ഉമ്മമാർ സ്വന്തം മക്കള് പെണ്ണ് കെട്ടി നിക്കാഹ് കഴിച്ച്, ചങ്ങാതി, നിക്കാഹ് കഴിഞ്ഞാൽ അന്നത്തെ രാത്രി തന്നെ ആ ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടൽ സുന്നത്ത, അറിയോ? നിക്കാഹ് കഴിഞ്ഞ അന്നത്തെ ദിവസം തന്നെ ഭാര്യയും ഭർത്താവും കിടപ്പറയിൽ, അവർക്ക് സുന്നത്തുണ്ട്. ഇബാദത്തിന്റെ കൂലിയ ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്നതിന് നിന്റെ ദീൻ തരുന്നത്. നിക്കാഹ് കഴിഞ്ഞ് ഓൾ അവിടെ ഇവിടെ വഴുതു പറച്ചില്ല, മൊബൈലിലൂടെ. ഇപ്പൊ ജീവിക്കുന്നത് മൊബൈലിലൂടെയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പൊന്നാര ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ,
നിക്കാഹ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോയി വിളിച്ചോണ്ട് വന്നോണം അന്തസ്സോടെ. നിന്റെ ഭാര്യ നാട്ടുകാർക്ക് വെച്ച് വിളമ്പുന്നൊക്കെ പിന്നെ ആ പൈസ കൊണ്ട് പള്ളിക്ക് കൊടു, പ്രതിഫലം കിട്ടും. ഇപ്പൊ പിന്നെ കല്യാണത്തിന് ഇപ്പൊ വിളിച്ചാരും വരാറില്ല, കൊറോണ ആയതുകൊണ്ട് രക്ഷപ്പെട്ട്. നേരത്തെ അവൻ പെണ്ണ് കാണാൻ പോയപ്പോ എന്നെ വിളിച്ചില്ല, വളയിടാൻ പോയപ്പോ വിളിച്ചില്ല, ഉറപ്പിച്ചപ്പോ വിളിച്ചില്ല, അതുകൊണ്ട് കല്യാണത്തിന് ഞാൻ വരുന്നില്ല. ഇപ്പൊ കല്യാണത്തിന് വരാൻ പറഞ്ഞാൽ പറയും അസ്സലാമു അലൈക്കും, ഞാൻ ദുആ ചെയ്തേക്കാൻ പൊക്കോളാൻ, ആർക്കും പോണ്ട. കൊറോണയെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി, കൊറോണ വന്നപ്പോ അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. നേരത്തെ കല്യാണത്തിന് വിളിച്ചില്ലാത്തതിന്റെ പേരിൽ ഇപ്പൊ പറയാ നിക്കാഹാണ് കേട്ടോ, വരണ്ട, ദുആ ചെയ്താൽ മതി, വരണ്ട, ദുആ ചെയ്താൽ മതി. ക്ലോസറ്റിന്റെ കാലമല്ലേ, അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ, പെണ്ണ് കാണാൻ പോകുമ്പോൾ, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തീരുമാനമെടുക്കുമ്പോൾ അറിവുള്ളവരോടൊക്കെ ഒന്ന് ചോദിക്കണം. വീട്ടിൽ വാപ്പാടെ വാപ്പ, വലിയ ഉപ്പാടെ സഹോദരങ്ങൾ, ഉമ്മയുടെ സഹോദരങ്ങൾ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അവരെ നീ ആദരിക്ക്, അവരെ നീ ബഹുമാനിക്ക്. ഏതൊരു കച്ചവടം ചെയ്യുന്നതിന് മുമ്പ് നീ അഭിപ്രായം ചോദിക്ക്. നീ അങ്ങനെ ചോദിക്കണമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകുമെന്ന്, നിങ്ങൾ മുസാവറ ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെയായി പോയത്. അങ്ങനല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വഅംറുഹും ശുഅറാ ബൈനഹും. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മുസാവറ ചെയ്യണം, നിങ്ങൾ കൂടിയാലോചനകൾ നടത്തണം. അല്ലാതെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കരുത്. അവസാനം അത് നാശത്തിലേക്കെത്താ, അവസാനം അത് നാശത്തിലേക്കെത്താ. അതുകൊണ്ട് റസൂലുള്ളാഹി പറയുകയാണ്, രണ്ടാമതായി ചെയ്യേണ്ട കാര്യം മുസാവറയാ. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. നീ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചാ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം എന്താ? അല്ലാഹുവിന്റെ തൃപ്തി നീ നേടണേ, അല്ലാഹുവിന്റെ സഹായം നീ നേടണേ, എങ്കിലേ അതിൽ ബർക്കത്തുണ്ടാകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ തൃപ്തി നീ നേടണം. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിനകത്ത് അള്ളാന്റെ സഹായമില്ലാതെ നീ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. അള്ളാഹുവിന്റെ സഹായം നീ നേടണം. അള്ളാഹുവിന്റെ സഹായം നേടാനുള്ള വഴി എന്താ? ഒറ്റ ഉദാഹരണം ഞാൻ ചോദിക്കാം. ഒരു 10-15 കൊല്ലം മുമ്പ്, ഒരു 10-15 വർഷം മുമ്പ് നിങ്ങളുടെ വീട്ടിൽ ഒരു തെങ്ങ് നട്ടു. ആ തെങ്ങിൽ നിന്ന് ആദ്യമായിട്ട് കിളിക്കുന്ന തേങ്ങ എന്ത് ചെയ്യുമായിരുന്നു? പറ, എന്ത് ചെയ്യുമായിരുന്നു? വെട്ടിയടിക്കുമായിരുന്നു. എടാ, നിങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടൊരു തെങ്ങ് വെച്ചു. ആ തെങ്ങിൽ നിന്ന് ആദ്യമായിട്ട് കിളിക്കണ തേങ്ങ എന്ത് ചെയ്യുമായിരുന്നു? വെടികൊണ്ടതുപോലെ ഇരിക്കാതെന്ന് ഉറക്കെ പറഞ്ഞ് എന്ത് ചെയ്യുമായിരുന്നു? പള്ളി കൊടുക്കുമായിരുന്നു. 10 മുട്ട വെച്ചു കോഴിയെ വിരിക്കാൻ. ഒരു കോഴി അള്ളാടെ പള്ളിക്ക്. ഇപ്പോഴോ നിന്റെ ആമാശയത്തിൽ. അള്ളാഹു കാക്കുമാറാകട്ടെ. വെറുതെയാണെന്ന് കരുതിയോ? 10ാം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതാൻ പോകുമ്പോ പള്ളിയുടെ മുമ്പിൽ എത്തുമ്പോ ഇറങ്ങിയിട്ടൊരു 10 രൂപ വഞ്ചിപ്പെട്ടിയിലിടും. എന്തിന്? ലോഡ് കൊണ്ടുപോകുമ്പോ, ഏതൊരു കാര്യത്തിന് പോകുമ്പോഴും ഒരു സദക്ക കൊടുക്കാറുണ്ടല്ലോ. അത് വെറുതെ ആയിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ സഹായം വേണോ? നീ ഒരു സദക്ക കൊടുക്ക്, നീ ഒരു പാവപ്പെട്ടവനെ സഹായിക്ക്. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, ഹുബ്ബുൽ ഫുഖറാഇ വൽ മസാകീൻ. പാവങ്ങളെ സ്നേഹിക്ക്, പാവങ്ങളെ സഹായിക്ക്, എന്തെങ്കിലും ഒരു സദഖ ചെയ്യ്. അതിലൂടെ അള്ളാന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരു സദഖ കൊടുക്കാൻ. പുതിയ വീട് വെച്ചപ്പോ വീടിന് കുറ്റിയടിക്കുന്നതിന് മുമ്പ് സദഖ കൊടുത്ത എത്ര പേരാ ഉള്ള? പള്ളിയുടെ വഞ്ചിപ്പട്ടിക്കകത്ത് 5 പൈസ ഇട്ടിട്ടുണ്ടോ? ലക്ഷങ്ങളുടെ ബോട്ടെടുക്കാൻ പോയപ്പോ പള്ളിക്കൊരു 10 രൂപ കൊടുത്ത ആരുണ്ട്? ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ അന്നം വാങ്ങിക്കൊടുത്ത എത്ര പേരുണ്ട്? കല്യാണത്തിന് ലക്ഷങ്ങൾ ചെലവഴിച്ചപ്പോ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് 1 രൂപ കൊടുത്തോ നിങ്ങൾ ആരെങ്കിലും? എന്നിട്ട് ജീവിതത്തിൽ പ്രയാസം വന്നപ്പോ കടന്നിട്ട് നിലവിളിക്കാം. ഒറ്റ ഉദാഹരണം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മളൊക്കെ വിവാഹം നടത്താറുണ്ട്, നമ്മളെല്ലാവരും വിവാഹം നടത്താറുണ്ട്. എങ്കിൽ ആ വിവാഹത്തിൽ ഏറ്റവും നല്ല പുണ്യകർമ്മം ചെയ്യുന്ന വ്യക്തി ആരാ?
ഒരാഴ്ചയ്ക്ക് നിങ്ങളുടെ മകളെ കെട്ടിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിൽ പോയി ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ എത്ര രൂപയാണ്? അവൻ പറഞ്ഞു 50,000 രൂപ. ശരി, ഓക്കെ. ചോറ് വെക്കാനുള്ളവനെ വിളിച്ചു. എത്ര രൂപ വേണം? 25,000 രൂപ. ഓക്കെ. വസ്ത്രമെടുത്തു, ക്യാമറമാനെ വിളിച്ചു, ചോദിക്കുന്ന പൈസ എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ കല്യാണ ദിവസം ഒരുങ്ങി കെട്ടി കൂട്ടായി പള്ളിയിൽ പോയി. കൂട്ടായി പള്ളി വെച്ചായിരുന്നു നിന്റെ നിക്കാഹ്. അങ്ങനെ നിക്കാഹിന്റെ സമയമായപ്പോൾ എല്ലാവരും ഒരുങ്ങി കെട്ടി പള്ളിക്കകത്ത് വന്നിരുന്നു. ചെറുക്കനും വന്നു. അങ്ങനെ മുഖാമുഖം ഇരിക്കുമ്പോൾ ആ പള്ളിക്കകത്ത് വെച്ച് ഏറ്റവും വലിയ പുണ്യകർമ്മം ചെയ്തതാരാ? പള്ളിയിലെ ഉസ്താദ്. കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ഉസവ്വിജുക അലാമ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ സവ്വജ്തുക വഅൻകഹ്തുക ബിന്തി സുമയ്യ. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് വിവാഹം കഴിച്ചു. എന്നിട്ട് ഉസ്താദ് ദുആ ചെയ്യുകയാ, അയ്യുഹൽ അറൂസാൻ ബറകല്ലാഹു ലക്കുമ വബാറക അലൈക്കുമ വജമഅല്ലാഹു ബൈനക്കുമ ഫീ ഖൈരിൻ വലുത്ഫിൻ വആഫിയ. അറിയോ അർത്ഥം? അല്ലാഹ് നീ ബർക്കത്ത് വടച്ചവനെ. ബാക്കി എല്ലാവരും കാന അടിച്ചിട്ട് പോയി. പള്ളിയിലെ ഉസ്താദ് നിന്റെ കൈ പിടിച്ചിട്ടിരുന്ന് ദുആ ചെയ്തപ്പോ ആമീൻ പറയാൻ പോലും ചിലപ്പോൾ നിന്റെ കൂട്ടുകാരില്ല, മൊബൈലും പിടിച്ചോണ്ടിരിക്കുക. അപ്പോൾ ലൈവ് പലരും ഇങ്ങനെ ഇരിക്കുക, കാലിന്റെ മേലെ കാലും കെറ്റി വെച്ചിട്ട് കൈ പോലും നേരെ പിടിക്കാൻ വയ്യാതിരിക്കുക. അപ്പൊ ഏറ്റവും വലിയ പുണ്യകർമ്മം ചെയ്തത് പള്ളിയിലെ ഖത്തീബ, നിന്റെ നിക്കാഹ് നടത്തിയ ഉസ്താദ്. ഇറങ്ങിപ്പോകാൻ നേരത്ത് വാപ്പാനോട് ചോദിക്കുക, എത്ര കൊടുക്കണം വാപ്പ? 500 വേണോ 250 വേണോ? ആത്മാർത്ഥമായിട്ട് നിന്റെ മകൾക്ക് അല്ലാഹുവേ ഇവരുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്ത ഉസ്താദിന് 250 രൂപ. ഓഡിറ്റോറിയംകാരനും ചോറ് വെക്കാൻ വന്നവനും ക്യാമറാമാനും വണ്ടി വന്നവനും ചോദിച്ച കാശ്. അതുകൊണ്ടാ 4 ദിവസം കഴിഞ്ഞപ്പോ, അന്നതുകൊണ്ടാണ് തിന്നെല്ലാരും സലാം പറഞ്ഞു പോയി. 4 മാസം കഴിഞ്ഞപ്പം കമ്മിറ്റി ഓഫീസിനകത്ത് അക്കരെ ഇക്കരെ ഇരിക്കുക, പഠിച്ചവനെ ഒന്ന് നേരെയാക്കി താ ഉസ്താദേ എന്ന്. അല്ല ബർക്കത്ത് തന്നില്ലേ, അല്ല ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ടാണ് 4 മാസം തികയുന്നതിന് മുമ്പ് 2 കസേരയിൽ അപ്പുറത്തും ഇപ്പുറത്തും കൂടെ ഇരുന്നിട്ട് പറയുക, മഹർ 5 പവൻ തിരിച്ചു വേണം, വള 2 എണ്ണം, മോതിരം 1 എണ്ണം, പിച്ചതുണ്ടെന്ന പോലെ എല്ലാം തിരിച്ചു വാങ്ങായിരുന്നിട്ട്. എന്തേ അങ്ങനെ ഒരു അവസ്ഥ വന്നത്? ഒരു നല്ലതുപോലെ 10 രൂപ കൊടുത്തുകൂടായിരുന്നു അന്തസ്സോടെ. ഒരു സദക്ക നീ ചെയ്യ്. ആ സദക്ക നീ ഉസ്താദിന് കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്താലും പള്ളിയിലെ ഖത്തീബിന് കൊടുക്കണമെന്നല്ല. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ, ഒരു രോഗി, ഒരു യതീം, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് നീ 10 രൂപ സദക്ക കൊടുക്ക്. അതിലൂടെ അള്ളാഹു നിന്നെ സഹായിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് എന്ത് കാര്യം ചെയ്താലും അതിനകത്ത് അല്ലാഹുവിന്റെ സഹായം വേണോ, അതിലൂടെ അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തണോ. അല്ലാഹുവിന്റെ തൃപ്തിയില്ലാതെ കഴിയില്ല. അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള എളുപ്പ വഴി എന്താ? ഹുബ്ബുൽ ഫുഖറാഇ വൽ മസാകീൻ. ഫക്കീറന്മാരുണ്ടല്ലോ, മിസ്കീന്മാരുണ്ടല്ലോ, ആ പാവപ്പെട്ടവരെ സ്നേഹിക്ക്, ആ പാവപ്പെട്ടവരെ സഹായിക്ക്. അല്ലാഹുവിന്റെ പള്ളികൾക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, യതീംഖാനകൾക്ക് വേണ്ടി, പഠിച്ചവനെ കോളേജുകൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സദക്ക ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുക്ക്. അതിലൂടെ റബ്ബ് നിന്നെ സഹായിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 4ാമത്തെ കാര്യം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്. 4ാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ തൃപ്തിയും സഹായവും ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരുടെ സഹായമാണ് വേണ്ടത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബിയുടെ പൊരുത്തമില്ലാതെ, അല്ലാഹുവിന്റെ റസൂലിന്റെ തൃപ്തിയില്ലാതെ, ലോകത്തിന്റെ നേതാവിന്റെ സഹായമില്ലാതെ നിനക്കെങ്ങനെയാ സമാധാനം കിട്ടുക? നിനക്കെങ്ങനെയാ സന്തോഷമുണ്ടാവുക? ഒരു നല്ല ജീവിതം നിനക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ലക്ഷങ്ങളുടെ വീട് പണിതിട്ട് കിടന്നാൽ ഉറക്കം വരാതെ, കിട്ടിയാ തികയാതെ, സമാധാനമില്ലാതെ നെട്ടോട്ട് മൂടുന്ന സഹോദരാ, എന്തേ നിനക്ക്
നിനക്ക് സമാധാനമില്ലാതെ പോയത്? ഏത് ബിസിനസ് തുടങ്ങിയാലും പടച്ചവനെ നഷ്ടത്തിലായി ലക്ഷങ്ങളുടെ കടം വരാനുള്ള കാരണം എന്താ? അതിനകത്ത് അല്ലാഹുവിന്റെ പൊരുത്തമില്ല, അല്ലാഹുവിന്റെ സഹായമില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മദീനയിൽ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ രാജകുമാരനായ നബി മുഹമ്മദ് മുസ്തഫ, കരളിന്റെ കഷ്ടമായ നബി മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം നിനക്കുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തമുണ്ടോ? പൊരുത്തം വേണോ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ റസൂൽ സഹായിക്കണോ? അല്ലാഹുവിന്റെ പൊരുത്തം നിനക്ക് വേണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ നിനക്ക് വേണോ? അതിനുള്ള വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ മുത്തുനബിയുടെ കയ്യിൽ അല്ലാഹു കൊടുത്തതാണല്ലോ. ആ പ്രവാചകൻ അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആനായിരുന്നല്ലോ. ആ പരിശുദ്ധമായ ഖുർആൻ മുത്തുനബിയല്ലേ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് പ്രവാചകന്റെ പൊരുത്തം നിന്റെ വീടിന്റെ അകത്ത് വേണോ? നിന്റെ കച്ചവടത്തിൽ വേണോ? നിന്റെ വാഹനത്തിൽ വേണോ? നിന്റെ കുടുംബ ജീവിതത്തിൽ വേണോ? അതിലൂടെ നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനോദനേ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണേ എന്ന് പറഞ്ഞാൽ പടച്ചവനെ മോനെ ഒരു യാസീൻ ഓതടാ. എവിടെ പോയാലും യാസീൻ ഓതുമല്ലോ. മരണ വീട്ടിൽ പോയാൽ, ഖബറിന്റെ ചാരത്ത് പോയാൽ, കല്യാണ വീട്ടിൽ പോയാൽ, കുറ്റികടിക്കുന്ന വീട്ടിൽ പോയാൽ, വാഹനം എടുക്കുന്ന സമയമാണെങ്കിലും സൂറത്ത് യാസീൻ ഓതുമല്ലോ. സൂറത്ത് യാസീൻ ഓതുന്നത് വെറുതെ ഓതുന്നതല്ല, ഉസ്താദന്മാര് പൈസ വാങ്ങാൻ ഓതുന്നതല്ല. ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. എന്നാൽ എവിടെ പോയാലും അധികമായിട്ട് ഓതുന്ന സൂറത്ത് യാസീൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്തേ സൂറത്ത് യാസീൻ ഓതുന്നത്? എടാ ചങ്ങാതി, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം വേണമെങ്കിൽ യാസീൻ ഓതണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എത്ര പേരാ യാസീൻ ഓതുന്നത്? എന്തിനാ യാസീൻ ഓതാൻ പറഞ്ഞ്? വെറുതെ അല്ല. ഒരാൾ യാസീൻ ഓതുമ്പോൾ അവന്റെ മനസ്സിൽ എന്താണോ അവൻ കരുതുന്നത് അള്ളാഹു അത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന മീൻ പിടിക്കാൻ പോകുന്നവരോട് ഞാൻ പറയുന്നു, ഒരു യാസീൻ ഓതിയിട്ട് പോയി നോക്ക്. കടലിൽ മീൻ പിടിക്കാൻ പോകുമ്പോൾ നീ ഒരു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്തിട്ട് പോയി നോക്ക്. അപ്പം അറിയാം നിനക്കതിൻ്റെ മഹത്വം. ആ യാസീൻ ഓതുന്ന സമയത്ത് ഒരു മനുഷ്യന് എന്തിനു വേണ്ടിയാണോ അത് ഓതിയത് അള്ളാഹു അത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്, ഇതൊന്നും നമ്മൾ ചിന്തിക്കത്തില്ലല്ലോ. നമ്മൾ ചില കാര്യങ്ങൾ ചോദിക്കാറില്ല, ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാറില്ല. വീടിനകത്ത് കയറുമ്പോൾ ഒരു വീട് വെക്കാൻ തുടങ്ങുന്ന സമയത്തൊരു യാസീൻ ഓതണം. ആരാപ്പ വീട് വെക്കും? തോന്നിയതുപോലെ ഞാനും നിങ്ങളും വീട് വെക്കും. വലിയ മോഡലുകളിലും പ്ലാനുകളിൽ വീട് വെക്കും. വീട് വെച്ചതിന് ശേഷം ഉദ്ഘാടനത്തിന് ഏതെങ്കിലും ഒരു ഉസ്താദിനെ പോയി വിളിക്കും. അതിനെന്താ ഇവിടെ പറയാ? പാലുകാച്ചെന്നല്ലേ പറയാ? വീടിന് പാല് കാച്ചാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഉസ്താദിനെ പോയി വിളിക്കും, ഏതെങ്കിലും തങ്ങന്മാരെ പോയി വിളിക്കും. വന്ന് വീടിനകത്ത് കയറുമ്പോ തന്നെ പറയും, ഇടിക്കണം കേട്ടോ. ഉദ്ഘാടനത്തിന്റെ അന്ന് തന്നെ പറയാ, ഇടിക്കണം കേട്ടോ, ഇത് പാടില്ല. ഇതാദ്യം ചെയ്തിരുന്നെങ്കിലും. എടാ, എഞ്ചിനീയർ അല്ല വീട് വെക്കാൻ തീരുമാനിക്കുന്നത്. പ്ലാൻ വരച്ചാലും പള്ളിയിലെ ഉസ്താദിൻ്റെ അടുക്ക പോയി ചോദിക്കണം, ഉസ്താദെ ഒരാൾ വീട് വെക്കുന്ന സമയത്ത് എന്തൊക്കെ വേണം, എന്തൊക്കെ പാടില്ല. അല്ലാതെ 2 നില വീടും കെട്ടി കോടികൾ മുടക്കി വീട് കെട്ടിയിട്ട് പള്ളിയിലെ ഉസ്താദിൻ്റെ അടുത്ത് വന്നിട്ട് പറയാ, ഉസ്താദെ സമാധാനമില്ല ഉസ്താദെ, രോഗങ്ങളാ ഉസ്താദെ, എന്നും അടിയും വഴക്കാ ഉസ്താദെ, കന്നിമൂലയ്ക്ക് കുഴപ്പമൊന്നും വല്ലതും ഉണ്ടോ നോക്കാൻ. കന്നിമൂല അവനെ കൊണ്ടുപോയി ആ മൂലയിൽ തന്നെ ഇടണം. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്നാടെ ചങ്ങാതി കന്നിമൂല വന്നത്? ചിലർ പറയും വാതിൽ അങ്ങോട്ടേ വരാൻ പാടുള്ളൂ, ഇങ്ങോട്ട് വരാൻ പാടില്ല. ഖുർആനിൽ ഉണ്ട് അങ്ങനെ. ഒരാൾക്കാർ വന്നിട്ട് പറയുന്നത് കക്കൂസ് അവിടെ, അടുക്കള ഇന്ന ഭാഗത്തേ വരാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ മരണം സംഭവിക്കും, ഇല്ലെങ്കിൽ ഖബറ് സംഭവിക്കും. നിനക്ക് 10 സെന്റ് ഉള്ളത് കൊണ്ടല്ലേ. 1.5 സെന്റ് ഉണ്ടായിരുന്നെങ്കിൽ നീ അടുക്കള വാതിൽ എങ്ങോട്ട് വെച്ചേനെ?
ഫ്ലാറ്റിൽ താമസിക്കുന്നവരൊക്കെ കന്നിമൂല നോക്കിയിട്ട. ആവശ്യമില്ലാത്ത കുറെ അനാചാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ദീൻ പറഞ്ഞ കാര്യം നീ ചെയ്യാറില്ല. വീടിൻ്റെ അകത്ത് വേണ്ടത് ഒരെണ്ണം ഞാൻ പറഞ്ഞു തരാം. വീട്ടിൽ പോയി നോക്ക്. എന്തുകൊണ്ടാണ് നിന്റെ വീടിൻ്റെ അകത്ത് പൈസ വന്നിട്ട് നിലനിൽക്കാത്തത്? പണം വരുന്നുണ്ട്, പോകുന്നത് എങ്ങോട്ടാന്ന് അറിയുന്നില്ല, സമാധാനമില്ല. അതിന്റെ കാരണം നിന്റെ വീടിൻ്റെ അകത്ത് ദീൻ വെക്കാൻ പറഞ്ഞ കാര്യം വെക്കാത്തത് കൊണ്ടാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു തരാം, വീട്ടിൽ പോയിട്ട് നോക്കോ ഉണ്ടോന്ന്. ഞാൻ പറയുന്ന കാര്യം നിങ്ങളുടെ ആരുടെങ്കിലും വീടിനകത്ത് ഉണ്ടോന്ന് നോക്കുവോ. എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? ചിലപ്പോൾ ഇടിക്കേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. വേണോ വേണ്ടേ? നിന്റെ വീടിനകത്ത് സമാധാനമില്ലാത്തതിന്റെ കാരണം ഞാൻ പറയാം, കന്നിമൂലയൊന്നുമല്ല. നിന്റെ വീടിൻ്റെ അകത്ത് വെക്കാൻ പാടില്ലാത്ത പലതും നീ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്റെ വീടിൻ്റെ അകത്ത് ബറക്കത്തില്ലാതെ പോയത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ എന്ന് കൈവക്കിക്ക് വേണമെന്നുള്ളവർ. ഇന്നത്തോടു കൂടി നിന്റെ സമാധാനം പോയി കിട്ടും. ആമിനെ വീടിൽ കയറുന്നതിന് മുമ്പ് കുളത്തിന് പിടിക്കും. നിന്റെ ഭാര്യ ഇന്ന് വീടിനകത്ത് കയറുന്നതിന് മുമ്പ് പറയും, ഇന്ന് രാത്രി ഇടിച്ചോണം. ഈ പെണ്ണുങ്ങൾ ഒന്നാമതേ വസ്വാസ, പലതിനും പേടിയാ. ഇതോടുകൂടി ഇനിയും കൂടെ കേട്ടാ ഉള്ളത് കൂടെ പോകും. അല്ലാഹു ആലം. അത് ഉസ്താദന്മാരോട് വല്ലതും ചോദിച്ചു പഠിച്ചാൽ മതി. പള്ളിയിലെ ഉസ്താദിനെ വിളിച്ചോണ്ടൊന്ന് വീട്ടിൽ പോയിട്ട് ചോദിക്കണം, ഈ വീടിന് വല്ല കുഴപ്പമുണ്ടോ എന്ന്. കന്നിമൂലയെ കുറിച്ച് മിണ്ടരുത്, അടുക്കളയെ കുറിച്ച് ചോദിക്കരുത്, വാതിലിനെ കുറിച്ച് ചോദിക്കരുത്, ദീൻ പറഞ്ഞതിനെ കുറിച്ച് ചോദിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളുടെ വീട്ടിലെ കിബില കറക്റ്റാണോ? കിബില എങ്ങനെയാ നിങ്ങൾ നോക്കിയേ? വീട്ടിൽ നിസ്കരിക്കുന്നില്ലേ? വീട്ടിൽ നിസ്കരിക്കൂലേ? നിങ്ങളല്ല പെണ്ണുപിള്ളമാര്. കിബില ആരാ നോക്കിയത്? വീടിനകത്ത് ആരാ നോക്കിയത്? മൊബൈല്. വീട്ടിലെ ഇപ്പൊ കിബില നോക്കണത് ഈ സാധനത്തില. അങ്ങോട്ട് എടുത്ത് വെച്ച് നോക്കും. കിബില അങ്ങോട്ട്, നിസ്കാരം. ഇതിനെ നമ്പിയ അവസാനം എന്താവെന്ന് ഞാൻ പറയണില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. മൊബൈലിനെ വിശ്വസിച്ചാൽ, ഉദാഹരണം പറഞ്ഞാൽ, ഇതിനകത്ത് മാപ്പുണ്ട്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇതിനകത്ത് മാപ്പടിച്ചാൽ പോകാം. ഒരു സ്ഥലം കൂട്ടായി എന്നടിച്ചിട്ട് നിങ്ങൾ പോയി നോക്ക്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് ഞാൻ ഇവിടെ അടുത്തൊരു വീട്ടിൽ പോകാൻ വേണ്ടി അവിടെ നിന്നൊരു ലൊക്കേഷൻ അയച്ചു തന്നെ. വൈലത്തറയോ അതിനപ്പുറത്ത് എന്താ, വൈലത്തൂരില്ലേ, അതിനപ്പുറത്തുള്ള ഒരു സ്ഥലത്തൊരു വീട്ടിൽ നിന്നിട്ട് എൻ്റെ മൊബൈലിലേക്ക് ഒരു ലൊക്കേഷൻ അയച്ചു തന്നു. ഞാൻ ഈ കൂട്ടായി ഹാർബറിൽ നിന്ന് ആ ലൊക്കേഷൻ വെച്ച് ഞാൻ പോയി. അവസാനം ചെന്ന് നോക്കിയപ്പോൾ ഒരു തെങ്ങും തോട്ടത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. അള്ളാഹു ആലം, ഒരു മനുഷ്യനുമില്ല. ഇപ്പൊ ഞാൻ അവിടെ നിന്ന് വരിക, ഞാൻ ആ വീടിന്റെ മുമ്പിൽ പോയി, എനിക്കറിയത്തില്ല എവിടെ പോണ്ടേന്ന്. അയച്ചു തന്ന ലൊക്കേഷനിൽ ചെന്ന് നോക്കിയപ്പോൾ ഒരു തെങ്ങും തോട്ടത്തിലാണ് നിൽക്കണത്. ഇവിടാണ് സ്ഥലവും. അവസാനം ഫോൺ വിളിച്ചപ്പം പറഞ്ഞ് 2 കിലോമീറ്റർ അപ്പുറത്തോട്ട് പോകാൻ. അപ്പൊ ഇതിന്റെ ഉപകാരം അതാണ്. ഇത് വെച്ചാൽ നീ കിബില വെച്ചിട്ട് നിസ്കരിക്കുന്നത്. അള്ളാഹു ആലം. അള്ളാഹു ഈ കടലിൽ പോയിരുന്നിട്ട് നിസ്കരിക്കണത് പോലെ ആലോചിക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, വീടിന്റെ കിബില നമ്മൾ കറക്റ്റ് ആക്കണം. 2, ബാത്റൂം എങ്ങോട്ടായിരിക്കണത്? വീടിന്റെ ബാത്റൂമിന്റെ ക്ലോസറ്റ് എങ്ങോട്ടായിരിക്കണത്? കിബിലയ്ക്ക് നേരെ തുപ്പാൻ പോലും പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. നീ കിബിലയുടെ മുന്നിട്ടും പിന്നിട്ടും മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല. ഇല്ലേ? പഠിച്ചിട്ടില്ലേ? കിബിലയുടെ നേരെ ഇരുന്ന് മൂത്രമൊഴിക്കാവോ? മൂത്രമൊഴിക്കാവോ? പാടില്ല. എന്നാ നിന്റെ വീട്ടിലെ ക്ലോസറ്റ് ഇരിക്കുന്ന എങ്ങോട്ടാ? പോയി നോക്ക്. ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ പോയി. അസർ ഖളാ ആയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നിസ്കരിക്കണം. പെട്ടെന്ന് ഒന്നുവെടുത്ത് വെളിയിലെ പൈപ്പിൽ നിന്ന് ഒന്നുവെടുത്ത് അങ്ങ് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞു, അൽഹംദുലില്ലാ. ഒന്ന് മൂത്രമൊഴിക്കാന്ന് പറഞ്ഞ് കയറിയപ്പോൾ ഞാൻ കിബിലയുടെ നേരെ നിന്നതുപോലെ ക്ലോസറ്റ് ഇരിക്കണം. ഞാൻ എങ്ങോട്ട് മൂത്രമൊഴിക്കുന്ന ആലോചിക്കും. അതിനകത്ത് കയറിയിട്ട് ആലോചിക്കുക, പിന്നെങ്ങനാ വാപ്പാ നിന്റെ വീടിൻ്റെ അകത്ത് ബർക്കത്തുണ്ടാവുക? നിനക്ക് അത്രയും ബോധമില്ലാതെ പോയോ? 2ാം ക്ലാസ്സിൽ പഠിച്ചതല്ലേ നീ മദ്രസയിൽ? മൂത്രമൊക്കെ അല്ലാഹുവേ, കഅബാലയത്തിന്റെ നേരെയും മുന്നിട്ടും പിന്നിട്ടും നീ എന്ത് ചെയ്യാൻ പാടില്ല? മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല. നിന്റെ വീടിനകത്തിരുന്ന് ചെയ്യുന്നത് ആ കിബിലയുടെ നേരെ ഇരുന്ന പിന്നെ എങ്ങനെ നിന്റെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും? അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹ് കാക്കുമാറാകട്ടെ. ടെൻഷൻ അടിക്കാൻ പറഞ്ഞതല്ല, നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തില്ല, അതുകൊണ്ട് തന്നെയാ എന്ന് പറഞ്ഞു പോയി ബാത്റൂം അടിക്കണമെന്നല്ല. അത് നിങ്ങളുടെ ഖിയാറ്. ഉള്ള സമാധാനം ഞാൻ കളഞ്ഞതല്ല. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് അതിന്റെ പോരായ്മ വരാൻ കാരണം നിങ്ങൾ ഏതെങ്കിലും അറിവുള്ളവരോട് ചോദിച്ചിരുന്നെങ്കിൽ. ഈ വീട്ടിലെ കാരണവന്മാർ പോലും അത് പറഞ്ഞു കൊടുത്തില്ലല്ലോ. പണ്ടൊക്കെ പ്രായമുള്ളവർ അങ്ങനെയൊക്കെ കുറ്റങ്ങൾ പറയുമായിരുന്നു, ന്യൂനതകൾ കണ്ടാ പറയുമായിരുന്നു. പക്ഷെ ഇപ്പത്തെ ഉപ്പാപ്പമാരൊന്നും പറയില്ല, ഉമ്മാമ്മമാരും ഒന്നും പറയാറില്ല. ആ പാപങ്ങളെ മൂലയിൽ കൊണ്ടിട്ടിരിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം നിനക്ക് വേണോ? ഖുർആൻ ഓതി, യാസീൻ ഓത്.
വണ്ടി എടുക്കുമ്പോഴാണെങ്കിലും, വീട് കുറ്റിയടിക്കുമ്പോഴാകുമ്പോഴും, പാല് കാച്ച് നടത്തുമ്പോഴാണെങ്കിലും, പെണ്ണ് കാണാൻ പോകുമ്പോഴാണെങ്കിലും, കടലിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും നീ ഒന്ന് ദുആ ചെയ്യ്. യാസീനോദിയിട്ടുള്ള ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. 4 കാര്യങ്ങളാണ് പഠിച്ചത്. 5ാമത്തെ കാര്യം എന്താ? 1 2 റക്അത്ത് നമസ്കരിച്ചിട്ട് ദുആ ചെയ്തു. 2 കുടുംബത്തിൽ അറിവുള്ളവരോട് ചർച്ച ചെയ്തു, മുശാവറ നടത്തി. 3 അല്ലാഹുവിന്റെ സഹായം കിട്ടാ സദഖ നൽകി. 4 മുത്തുനബിയുടെ പൊരുത്തം കിട്ടാ ഖുർആൻ സൂറത്തു യാസീൻ ഓതി. 5ാമത്തെ കാര്യം എന്തെന്നറിയുമോ? നിന്റെ മാതാപിതാക്കളോട് ചോദിക്കണേ, നിന്റെ മാതാപിതാക്കളുടെ പൊരുത്തം വേണേ, അവരുടെ ദുആ വേണേ, എങ്കിലേ ബർക്കത്ത് കിട്ടൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ കൈയിരിക്കുന്ന സദസ്സിൽ വന്ന് നിരന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ചോദിക്കുകയാ. മോനെ, വണ്ടിയെടുത്ത് വീടിന്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോ ഉമ്മ ചോദിക്കുന്നു, ഇത് ആരുടേതാണ്? വാപ്പാ, ഞാൻ വാങ്ങിയതാണ്. ഉമ്മ, ഞാൻ വാങ്ങിയതാണ്. പക്ഷേ വാഹനമെടുക്കാൻ പോകുന്ന സമയത്ത് നിന്റെ മാതാപിതാക്കളോട് നീ പറഞ്ഞില്ലല്ലോ. ഒരു ബിസിനസ് തുടങ്ങി, അവസാനം പടച്ചവന് ലക്ഷങ്ങളുടെ നഷ്ടം വന്നു. വീടിന്റെ അകത്ത് കടന്നു വന്നു, ബെഡ്റൂമിൽ സമാധാനമില്ല. ഭാര്യ പറയുന്നു, അന്നേ ഞാൻ പറഞ്ഞതാ ഇതൊക്കെ ചെയ്യണ്ടെന്ന്, എല്ലാം നഷ്ടപ്പെട്ടല്ലോ, അനുഭവിക്കുന്നു പറഞ്ഞ് ഭാര്യമ്മ കൈയൊടിഞ്ഞു. അവസാനം വീടിന്റെ പുറത്തിങ്ങനെ കസേരയിൽ തലതാഴ്ത്തിയിരിക്കുമ്പോ ഉമ്മ ചോദിക്കുന്നു, എന്തേ പൊന്നുമോനെ, എല്ലാം പോയി ഉമ്മ. ആ സമയത്തും മാതാവ് പറയുന്നു, അല്ല നിന്നെ കൈവിടില്ല മോനെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ ദുആ വാങ്ങണേ, നിങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങണേ. അല്ലാതെ നിന്റെ ജീവിതത്തിൽ ബർക്കത്തില്ല, അല്ലാതെ റബ്ബ് നിന്നെ സഹായിക്കില്ല. അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട്, സ്വന്തം മാതാവിനോട് പറയാത്ത മക്കളുണ്ട്, എല്ലാ ഭാര്യമാരോട് പറയും, കൂട്ടുകാരോട് പറയും, ഉപ്പാനോട് പറയില്ല, ഉമ്മയോട് പറയില്ല, അവരുടെ ദുആ വാങ്ങില്ല, അവരുടെ അനുവാദം വാങ്ങൂല. പടച്ചവനെ, മാതാപിതാക്കളോട് പറഞ്ഞില്ലെങ്കിലും എല്ലാം ഭാര്യയോട് പറയുന്നവരാ. ഉമ്മ കേൾക്കുന്നത് ബെഡ്റൂമിന്റെ അകത്തിരുന്ന് ചർച്ച ചെയ്യുമ്പോഴാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉമ്മാനെ ഒറ്റപ്പെടുത്തുന്നവരുണ്ട്. ഒരു പെണ്ണ് കയറി വന്നപ്പോ, ഒരു പെണ്ണ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ മാതാവിനോട് പറയാത്ത എന്റെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ, ഇത് ഭർത്താക്കന്മാർക്കുള്ളതാ. ഈ സദസ്സിലിരിക്കുന്ന ഓരോ ഭർത്താവിനും പഠിക്കാറുള്ളതാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അതാ സ്വഹാബികൾ കടന്നു വരികയാണ്. റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് സഹാബികൾ കടന്നു വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അൽഖമ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ സ്വഹാബിയാണ്, മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹാബികൾ കരഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ ചാരത്ത് വരുന്നു. എന്തിനാ സഹാബ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അൽഖമ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും അടുത്തു പോയി നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞങ്ങളൊക്കെ ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോ അൽഖമയുടെ നാക്ക് പൊങ്ങുന്നില്ല നബിയേ, പറയാൻ കഴിയുന്നില്ല നബിയേ. അതുകൊണ്ടാണ് കരയുന്നതെന്ന് ലോകത്തിന്റെ നേതാവിനോട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിച്ച 1ാമത്തെ ചോദ്യം എന്തെന്നറിയുമോ? കൂട്ടായിലി കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് 1ാമതായി ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? സഹാബാ,
അൽക്കമ 5 നേരവും നിസ്കരിക്കുമോ സഹാബ? കേൾക്കടാ ചെറുപ്പക്കാരോ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമ പറയാ കൊതിയുള്ള ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം നിന്റെ ഹൃദയത്തിൽ കിടക്കട്ടെ. സഹാബാ, 5 നേരം നിസ്കരിക്കുമോ സഹാബാ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ 5 നേരം നിസ്കരിക്കും നബിയേ, ഒരൊറ്റ വഖത്ത് പോലും മുടക്കാറില്ല, ഒരു ജമാഅത്തും മുടക്കാറില്ല. റസൂലുള്ളാഹി ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം എന്താ സഹാബാ? ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ സഹാബാ? ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ സഹാബാ? ഉണ്ട് നബിയേ. ഉമ്മയുമായിട്ട് എങ്ങനാ സഹാബാ? യാ റസൂലല്ലാഹ്, അൽക്കമയ്ക്ക് ഉമ്മാനെ വല്ലാത്ത ഇഷ്ടമാ. അൽക്കമയ്ക്ക് ഉമ്മാനെ വല്ലാത്ത ഇഷ്ടമാ. ഉമ്മയോട് വലിയ സ്നേഹമാണ്. ഉമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. റസൂലുള്ളാഹി ചോദിച്ചു, ഇല്ല സഹാബ, ഉമ്മയുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ആ സമയത്ത് സ്വഹാബികൾ പറഞ്ഞു, നബിയേ, അൽക്കമയുടെ ഉമ്മയ്ക്ക് ഒരേ ഒരു പരാതിയേ ഉള്ളൂ. മകനെ കുറിച്ച് ഒരേ ഒരു പരാതിയേ ഉള്ളൂ. എന്തേ പരാതി എന്നറിയോ? എന്ത് കാര്യം ചെയ്താലും ആദ്യം തന്റെ ഭാര്യയോടെ പറയാറുള്ളൂ. അൽക്കമയുടെ ജീവിതത്തിൽ ഉണ്ടായ ഏകയുള്ള ഉമ്മയുടെ പരാതി എന്തെന്നറിയുമോ? എന്ത് കാര്യമുണ്ടെങ്കിലും അവൻ ആദ്യം പറയുന്നത് ഭാര്യയോടാണ്, പിന്നെ എന്നോട് പറയാറുള്ളൂ. എല്ലാ കാര്യവും ആദ്യം പറയുന്നത് ഭാര്യയോടാണ്, പിന്നെ ഉമ്മയോട് പറയാറുള്ളൂ. റസൂലുള്ളാഹി തങ്ങൾ ഉമ്മാനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അൽക്കമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവിനെ കൊണ്ടുവന്നു. റസൂലുള്ളാഹി ചോദിക്കുമ്പോ ഉമ്മ പറയുന്നു, നബിയേ, അവൻ എല്ലാ കാര്യങ്ങളും ആദ്യം പറയുന്നത് ഭാര്യയോടാ. എന്നോടല്ലേ പറയേണ്ടത്? ഞാനല്ലേ നബിയെ അവന്റെ ഉമ്മ? അവനെ ഗർഭം ചുമന്നത് ഞാനല്ലേ? അവനെ നൊന്ത് പ്രസവിച്ചത് ഞാനല്ലേ? ഞാൻ പട്ടിണി കിടന്നിട്ട് അവന് പാല് കൊടുത്ത് വളർത്തിയതല്ലേ? അവന് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത്? പക്ഷേ അവനാദ്യം പറയുന്നത് ഭാര്യയോടാ, പിന്നെ എന്നോട് പറയാറുള്ളൂ. അതെനിക്ക് സഹിച്ചില്ല നബിയേ. അതുകൊണ്ടാണ് അൽക്കമയുടെ നാവ് പൊങ്ങാതിരുന്നതെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഉമ്മാനെ തല്ലിയതിന്റെ പേരിലല്ല, ഉമ്മാനെ പട്ടിണി കിട്ടതിന്റെ പേരിലല്ല, ഉമ്മാന്റെ സമ്പത്ത് മുഴുവനും പിടിച്ചു വാങ്ങിയിട്ട് അടിച്ചിറക്കിയതിന്റെ പേരിലല്ല, ഉമ്മാടെ അടിവയറ്റിലെ ചവിട്ടിയതിന്റെ പേരിലല്ല, അനാഥാലയത്തിലെ വൃദ്ധസദനങ്ങളിൽ കൊണ്ട് തള്ളിയതിന്റെ പേരിലല്ല, പിന്നെ എന്തിന്റെ പേരിലാ? എല്ലാ കാര്യങ്ങളും ഉമ്മാനോട് പറയുന്നതിന് മുമ്പ് ഭാര്യയോട് പറയുമായിരുന്നു. എല്ലാ കാര്യങ്ങളും ഉമ്മാനോട് പറയില്ല എന്നല്ല, ആദ്യം ഭാര്യയോട് പറയും, പിന്നെ ഉമ്മായോട് പറയുള്ളൂ. ഈ ഒറ്റ കാരണത്തിന്റെ പേരിൽ ഉമ്മയുടെ മനസ്സ് വേദനിച്ചു. ആ സഹാബിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാവ് പൊങ്ങിയില്ല. ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഞാനും നിങ്ങളും പറയൂ ഉമ്മാനോട്? ഞാനും നിങ്ങളും ബാപ്പയോടും ഉമ്മയോടും പറയാറുണ്ടോ? ഇല്ല. എല്ലാം കുശുകുശ വാതിലടച്ചിട്ട് ആമിനായോട് മാത്രം. എല്ലാം ബെഡ്റൂമിന്റെ അകത്തിരുന്നിട്ട് നിന്റെ പെണ്ണുമ്പിള്ള എടുത്ത് മാത്രം നീ പറയും. ഒന്നും ഉമ്മാനോട് പറയാറില്ല. ഉമ്മ ഇങ്ങനെ ആരോടും പറയാതെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ ചങ്ങാതി, എത്രയോ വലിയ കേരളത്തിലെ കോടീശ്വരന്മാരുടെ ചരിത്രം നീ എടുത്തു നോക്ക്. കോടിക്കണക്കിന് ആസ്തിയുള്ളവർ വൈകുന്നേര സമയം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നേരെ ഉമ്മാടെ റൂമിൽ, വാപ്പാടെ റൂമിൽ പോയിട്ട് കടയുടെ താക്കോല് കൊണ്ടുപോയി ഉമ്മാടെ കയ്യിൽ കൊടുക്കും.
കടയുടെ താക്കോല് കൊണ്ടുപോയി ഉമ്മാടെ കയ്യിൽ കൊടുക്കും. അൽഹംദുലില്ലാ, 1 മിനിറ്റ് ഉമ്മാടെ അടുക്കലിരുന്ന് സംസാരിച്ചിട്ട് വീട്ടിലേക്ക് കയറും. രാവിലെ കുളിച്ചൊരുങ്ങി ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ ബിസിനസ്സിന് പോകാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉമ്മാടെ റൂമിൽ ചെന്ന് ഉമ്മയുടെ തലകണിക്കടിയിൽ നിന്ന് ഉമ്മാടെ കൈ കൊണ്ട് ആ താക്കോല് വാങ്ങും. കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും. ദുആ ചെയ്യണേ ഉമ്മ, അവരെ ഇന്ന് വരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നിന്റെ കടയുടെ താക്കോല് ആമിന എവിടാ വെക്കണേന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ കടയുടെ താക്കോല് നേരെ കൊണ്ടുപോയി പൈസ ഉൾപ്പെടെ കൊണ്ടുപോയി ഭാര്യയുടെ കയ്യിൽ കൊടുക്കും. ഓള് കട്ടിനടിയിൽ കയറ്റി അങ്ങോട്ട് വെക്കും ഇൻഷാ അല്ലാ. എന്നിട്ട് ഉമ്മയുടെ മുന്നിൽ പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം ഞാനും നിങ്ങളും കൊടുക്കാറില്ല. കൊടുക്കണം, ഉമ്മായ്ക്ക് കൊടുക്കണ്ട. ഇത് പറയുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഇത് പറയുമ്പോൾ നമ്മുടെ പെണ്ണുങ്ങൾക്ക് അങ്ങോട്ട് സഹിക്കാറില്ല. കാരണം പിന്നെ അപ്പം നമുക്ക് ഉസ്താദ് ഇപ്പം തുടങ്ങിയിടാ, എല്ലാവരും വന്ന് നമ്മുടെ നെഞ്ചത്താ കയറുന്നേ. എൻ്റെ പെങ്ങളോട് ഞാൻ പറയുക, പെങ്ങളെ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ ആദ്യം സ്നേഹിക്കേണ്ടത് ഭർത്താവിനെയല്ല. പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ആദ്യം സ്നേഹിക്കേണ്ടത് ഭർത്താവിൻ്റെ ഉമ്മാനെയാണ്. കാരണം എന്തേ? ഭർത്താവിന് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഉമ്മാടെ പൊരുത്തം വേണം. നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഭർത്താവിൻ്റെ പൊരുത്തം വേണം. ഒരു മകനും എന്തായാലും നിങ്ങൾക്കറിയാം, 99% അമ്മായിയമ്മമാരും മരുമോളെ മോളായിട്ട് കാണുമെന്ന് പറയത്തേ ഉള്ളൂ. കാണാൻ പറ്റില്ലല്ലോ. അവർക്ക് പ്രായമാകുമ്പോൾ അവർ പല പരാതികൾ ഒരുപാട് പറയും, ഒരുപാട് നിന്നെ കുറ്റപ്പെടുത്തും, നിന്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തും. പക്ഷെ എന്ത് ചെയ്യാൻ? ഭർത്താവിൻ്റെ ഉമ്മ ആയിപ്പോയില്ലേ. ഭർത്താവ് സ്വന്തം മകൻ ഉമ്മാനെ തല്ലാൻ പറ്റുമോ? നിന്നെക്കുറിച്ചുള്ള പരാതികൾ മുഴുവനും നിന്റെ ഭർത്താവിൻ്റെ ഉമ്മ മകനോട് പറയുമ്പോൾ പാവപ്പെട്ടവും മിണ്ടാതെ നിന്ന് കേൾക്കും. അടുത്ത ബെഡ്റൂമിലിട്ട് കേൾക്കുമ്പോൾ നീ ഉമ്മാനെ കുറിച്ച് പറയും. എന്ത് ചെയ്യാൻ പറ്റും? ശൈത്താനും കടലിൽ നടക്കുന്ന പറഞ്ഞ പോലെ ഇങ്ങനെ നടക്കുക ചില ഭർത്താക്കന്മാർ. എന്നാൽ ഈ ഉമ്മമാരത് മനസ്സിലാക്കുവോ? പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് ചിലതിനാണെങ്കിൽ പടച്ചോനെ ഇങ്ങോട്ട് തുടങ്ങാ മക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്നവരുണ്ട്. മാതാപിതാക്കളും മക്കളെ കണ്ണുനീര് കുടിപ്പിക്കുക. ആ പാവപ്പെട്ടവൻ ഉമ്മയാ, ഒന്നും പറയാൻ പറ്റാതെ ക്ഷമിച്ചും സഹിച്ചും നടക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, വലിയ ഉമ്മ എത്രയൊക്കെ ആണെങ്കിലും എടാ, നിന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തിയാലും എന്തൊക്കെ പറഞ്ഞാലും ഉമ്മാനെ ഒന്നും പറയരുത്. ഉമ്മയുടെ വില വല്ലാത്തതാ, ഉമ്മയുടെ സ്ഥാനം വല്ലാത്തതാ. ഉമ്മയുടെ ഒരൊറ്റ വാക്കുമതി നിന്റെ ജീവിതം തകർന്നു പോകാൻ, നിന്റെ ജീവിതം തകർന്നു പോകാൻ, നിന്റെ തലവര തിരിഞ്ഞു പോകാൻ നിന്റെ ഉമ്മയുടെ ഒറ്റ വാക്കുമതി. അതിനാണ് ചരിത്രം പഠിക്കാൻ പറഞ്ഞത്. മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു, ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്ക്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ വിവാഹം കഴിച്ചിട്ടില്ല. അള്ളാനെ വല്ലാത്ത പേടിയാ ജുറൈജിന്, അള്ളാഹുവിനെ വല്ലാത്ത ഭയമാണ് ജുറൈജിന്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു എപ്പോ നോക്കിയാലും ഇബാദത്താ. വീട്ടിൽ ഉമ്മാടെ കൂടെ നിൽക്കുന്നത് കാരണം ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എന്നെ ശല്യപ്പെടുത്തരുത്, ഞാൻ ഒറ്റയ്ക്ക് ഇബാദത്ത് ചെയ്യാൻ പോകുകയാ. അവിടെ നിന്ന് പോയി ഒറ്റയ്ക്ക് ഒരു തമ്പ് കെട്ടിയിട്ട് രാവും പകലും നിസ്കാരം. അപ്പൊ ജുറൈജിന്റെ ഉമ്മയ്ക്ക് തോന്നി, ഒരുപാട് ദിവസമായല്ലോ മോനെ ഒന്ന് കണ്ടിട്ട് പോയി കാണാം, ഉമ്മയ്ക്കൊന്ന് കാണണമെന്ന് തോന്നി. അങ്ങനെ ഉമ്മ ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് വിളിച്ചു, മോനെ ജുറൈജേ, മോനെ ജുറൈജേ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. ഉമ്മ വെളിയിൽ വന്നിട്ട് വിളിച്ചു, മോനെ ജുറൈജേ. ജുറൈജ് തങ്ങൾ വിചാരിച്ചു നിസ്കാരത്തിലല്ലേ അല്ലാ, സലാം വീട്ടിയിട്ട് ചോദിക്കാൻ എന്തേന്ന്. കൈയടിച്ചില്ല. എങ്കിലും നിന്റെ ദീൻ പഠിപ്പിക്കുന്ന എന്തെന്നറിയുവോ? ഞാൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ സുന്നത്ത്. എൻ്റെ വീടിൻ്റെ അകത്ത് ഞാൻ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ വന്നിട്ട് മോനെ സിറാജെ എന്ന് വിളിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? നീ നിസ്കരിച്ചു കൊണ്ടിരിക്കുക നിന്റെ വീടിൻ്റെ അകത്ത്. നിന്റെ വീടിൻ്റെ അകത്ത് ഫർളല്ല, നീ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുക. 4 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുക. ആ 4ാമത്തെ റക്അത്തിന്റെ റുകൂയിലേക്ക് ഇങ്ങനെ പോയി, അല്ലെങ്കിൽ സുജൂദിലേക്ക് ഇങ്ങനെ പോയി. ആ സമയത്താണ് വീടിന്റെ പുറത്തു വന്ന് നിന്നിട്ട് നിന്റെ ഉമ്മ വിളിച്ചു, മോനെ മോനെ സിറാജെ എന്ന് വിളിച്ചാൽ അള്ളാടെ മുന്നിൽ കെട്ടിയിരിക്കുന്ന കൈ ഇങ്ങനെ അടിച്ച് താഴെ ഇട്ടിട്ട് എന്തേ ഉമ്മ എന്ന് ചോദിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എടാ, നമസ്കാരത്തിനല്ല ഇവിടെ വില. നിന്റെ ഉമ്മ വിളിച്ചു കഴിഞ്ഞാൽ ആ കെട്ടിയിരിക്കുന്ന കൈ അങ്ങ് അഴിക്കണം. അല്ലാതെ നിസ്കാരത്തിനല്ല ഇവിടെ. ഉമ്മ വിളിച്ചു കഴിഞ്ഞാൽ, വാപ്പ വിളിച്ചു കഴിഞ്ഞാൽ ആ കെട്ടിയിരിക്കുന്ന കൈ അടിച്ചിട്ട് ചോദിക്കണം, എന്തേ ഉമ്മച്ചി എന്ന് ചോദിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതാ ഉമ്മ.
അതാ ഉമ്മ. ആ ഉമ്മാനെയാ നീയൊക്കെ കണ്ണുനീര് കുടിപ്പിക്കുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. വേറെ ആരെങ്കിലും വിളിച്ച കൈയടിക്കണോ? വേറെ ആരെങ്കിലും വിളിച്ച കൈയടിക്കണോ? പറ സഹോദര, കൈയടിക്കണോ? കൈയടിക്കണോ? പാടില്ല. നീ സുന്നത്ത് നമസ്കാരം നിസ്കരിക്കുന്ന സമയത്ത്, പിന്നെ ഫർള് നിസ്കരിക്കുന്ന സമയത്ത് കൈയടിക്കുക. ഒരാൾ വിളിച്ച, ഒരാൾ ഫർള് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വിളിച്ച കൈയടിക്കണം. ആര് വിളിച്ച? ആര് വിളിച്ച? മഹാനായി നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ വിളിച്ചു കഴിഞ്ഞാൽ ഫർള് നമസ്കാരത്തിലാണെങ്കിലും കൈയടിക്കണം. അപ്പൊ സുന്നത്ത് നമസ്കാരത്തിന്റെ ഇടയിൽ ഉമ്മ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തേക്കണം? ഓ സലാം വിട്ടിട്ട് വലിയ ഈമാൻ കൂടിയിട്ടു. അങ്ങനല്ല. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു, നിസ്കാരത്തിലല്ലേ സലാം വീട്ടിയിട്ട് ചോദിക്കുക. ഉമ്മ മിണ്ടാതെ അങ്ങ് പോയി, നോക്കി നിന്നു. പാവം അവിടെ നിന്ന് പിരിഞ്ഞുപോയി. പക്ഷെ പിന്നീടും ഉമ്മ വന്നു. പിന്നീട് അന്ന് തന്നെ ആകണമെന്നില്ല, പിന്നീടും ഉമ്മ വന്നു. മോനെ ജുറൈജ്. അപ്പോഴും നമസ്കാരത്തിൽ തന്നെയാ. ഉമ്മ കാത്തു നിന്നു, പോയി തിരിച്ച്. മൂന്നാമതും ഉമ്മ വന്നു. അപ്പോഴും ജുറൈജ് നമസ്കാരത്തില. ഭാര്യയുടെ മടിയിലായിരുന്നില്ല, ഭാര്യയുടെ മടിയിലായിരുന്നില്ല, മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല. അള്ളാഹുവിന്റെ മുന്നിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഉമ്മ വന്ന് വിളിക്കുന്ന, മോനെ ജുറൈജ്. അവിടുന്ന് നമസ്കാരത്തിലായത് കാരണം ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല. ഉമ്മാടെ മനസ്സ് വേദനിച്ചു. ആ മാതാവ് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, അല്ലാ, ഇവരെ നാണം കെടുത്താതെ നീ മരിപ്പിക്കല്ലേ അല്ലാ. എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ പേരില്, അല്ലെങ്കിൽ ഒരു വാസിയുടെ പേരില് നീ മുടിഞ്ഞു പോകട്ടടാ, നീ നശിച്ചു പോകട്ടടാ, നീ ഒരിക്കലും നന്നാകില്ലടാ എന്ന് പറഞ്ഞ സ്വന്തം മക്കളെ ശപിക്കുന്ന ഉമ്മ. ഉമ്മമാരെ, മക്കളെ പ്രാപുന്ന ഓരോ ഉമ്മമാരും കേട്ടോ. അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, നാഥാ, ഇവനെ നാണം കെടുത്താതെ മരിപ്പിക്കല്ലേ അല്ലാ. എന്റെ ചെറുപ്പക്കാര് കേട്ടോ, കള്ളു കുടിച്ചിട്ട് വീടിന്റെ അകത്ത് കയറി ചെന്നിട്ട്, മയക്കുമരും നടിച്ച് വീടിന്റെ അകത്ത് കയറി ചെന്നിട്ട് ഉമ്മാനോട് കയർക്കുന്ന, ഉമ്മാനെ തല്ലാൻ കൈവെക്കുന്ന കൂട്ടായിലെ ചെറുപ്പക്കാരാ. 12 വയസ്സോ 15 വയസ്സുള്ള 20 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള യുവത്വമേ, എന്റെ ചെറുപ്പക്കാരോ, ഉമ്മാനെ മോശമായ രീതിയിൽ ഉമ്മാനെ ചീത്ത വിളിക്കുന്നവര്, എടി പൊടി എന്നൊക്കെ പറഞ്ഞ് ഉമ്മാനെ വേദനിപ്പിക്കുന്ന മക്കള്, ഇതൊക്കെ നിനക്കൊക്കെ പാടപാടാ. ഇതൊക്കെ ഓരോ മക്കൾക്കും പാടമാ. ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനൊന്നും അറിഞ്ഞില്ല. നമസ്കാരമാണ്. ഇറങ്ങി നോക്കിയപ്പോ ഉമ്മ പോയി. പടച്ചവനെ, ജുറൈജ് ഇങ്ങനെ വല്ലാത്ത നിസ്കാരമാ. എല്ലാവരും ബഹുമാനിക്കുകയാണ്, എല്ലാവരും മഹാനായി കാണുകയാണ്, ജനങ്ങളെ മുഴുവനും ആദരിക്കുകയാണ്. പക്ഷേ ആ നാട്ടിലെ ഒരു പെണ്ണുണ്ടല്ലോ, ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, അവൾക്ക് ജുറൈജിനെ എങ്ങനെയെങ്കിലും ഒന്ന് പിഴപ്പിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. എന്ത് ചെയ്തിട്ടും ജുറൈജ് വഴങ്ങുന്നില്ല. അവസാനം തന്റെ വീടിന്റെ അകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ ജുറൈജിന്റെ മുന്നിലേക്ക് പെണ്ണ് കടന്നു ചെന്നിട്ട് ഉടുതുണിയങ്ങുരിയുകയാ. ജുറൈജിന്റെ മുന്നിൽ പോയി നിന്ന് കൊടുക്കുകയാണ്. പക്ഷേ ജുറൈജ് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ചെറുപ്പക്കാരനാ. അവിടെ നനങ്ങിയില്ല, ഒന്നും ചെയ്തില്ല, മൈൻഡ് ചെയ്തില്ല, തിരിഞ്ഞു നോക്കിയില്ല. പെണ്ണിന് വല്ലാത്ത വൈരാഗ്യം വന്നു. അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ അകത്ത് നിന്ന് ഇറങ്ങി പോകുന്നത് പലരും കാണുകയാ. പടച്ചറപ്പേ, ആ പെണ്ണ് ഗർഭിണിയാവുകയാണ്. എല്ലാവരോടും പറഞ്ഞു, ഇതിന്റെ ഉത്തരവാദിത്വം ജുറൈജാണ്. അവസാനം അവിടെ നിന്നൊരു പെണ്ണ്, അവിടെ നിന്നൊരു കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. ഒരു കുഞ്ഞുമോനെ പ്രസവിച്ചു. ഈ പെണ്ണ് ചോര കുഞ്ഞുമായിട്ട് നാട്ടുകാരുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, എന്റെ കുഞ്ഞിന്റെ വാപ്പ ജുറൈജാ. അല്ലാഹുവേ, പലരും
പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവസാനം നാട്ടുകാർ മുഴുവനും കേൾക്കേണ്ട താമസമുണ്ടല്ലോ. ജുറൈജിന്റെ വീട് തല്ലി ഒടിച്ചു, അവിടെ നിന്ന് വീട് മുഴുവനും നശിപ്പിച്ചു. ജുറൈജിനെ എല്ലാവരും തല്ലാൻ തുടങ്ങി. അവസാനം അല്ലാഹുവേ, ജുറൈജ് റളിയല്ലാഹു തആല ജനങ്ങളോട് പറഞ്ഞു, എല്ലാവരും ഒന്നേക്കൊരു 5 മിനിറ്റ് തരുമോ? ഇതിന്റെ സത്യം എന്താണെന്ന് ഞാൻ തെളിയിച്ചു തരാ. അവസാനം അവിടെ നിന്ന് ഉളുവെടുത്തു, 2 റക്അത്ത് നമസ്കരിച്ചു, സുജൂദിൽ കിടന്നു കരയുന്നു. അല്ലാഹ്, എല്ലാം നിനക്കറിയാമല്ലോ അല്ലാഹ്, എന്തേ കാരണമെന്നറിയില്ല അല്ലാഹ്. ആ സമയത്താണ് ആ ശരീരി കേൾക്കുന്നു, ജുറൈജ്, നിന്റെ ഉമ്മാടെ ദുആയാ, നിന്റെ ഉമ്മാടെ ശാപമാ. സുജൂദിൽ കിടന്നു കരയുന്നു. അല്ലാഹ്, അറിഞ്ഞിരുന്നില്ല റബ്ബേ, അറിഞ്ഞിരുന്നില്ല റബ്ബേ, എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. സുജൂദിൽ കിടന്ന് കരയുകയാണ്. അവസാനം ജുറൈജ് റളിയല്ലാഹു തആല അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ജനങ്ങൾ മുഴുവനും പെണ്ണിന്റെ കൂടെ നിൽക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, ആ ചോര കുഞ്ഞിനെ കൊണ്ടുവരാർ, ആ പാല് കുടിക്കുന്ന കുഞ്ഞിനെ കൊണ്ടുവരാർ. ജുറൈജ് തങ്ങളുടെ മുന്നിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്നു. ആ സമയത്ത് അല്ലാഹ് കുഞ്ഞിന്റെ പൊക്കിളിലേക്ക് ഈ വിരൽ കൊണ്ടങ്ങ് തൊടുകയാണ്. കുഞ്ഞിന്റെ പൊക്കിളിന്റെ മുകളിൽ കൈവച്ചിട്ട് ജുറൈജ് ചോദിക്കുന്നു, യാ പുനയ്യ, ഏ പൊന്നുമോനെ, നിന്റെ വാപ്പയാരാടാ? ഞാനാണോടാ പൊന്നുമോനെ? അതാ ചുറ്റുഭാഗത്ത് നിൽക്കുന്നവര് മുഴുവനും ചോദിക്കുന്നു, ജുറൈജ്, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ ജുറൈജ്? ഈ കുഞ്ഞ് സംസാരിക്കുമോ? ഈ പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കുമോ? ജുറൈജ് ചോദിക്കുകയാ, മോനെ, നിന്റെ വാപ്പയാരാ? ഞാനാണോടാ പൊന്നുമോനെ? ആ സമയത്ത് അവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങൾ മുഴുവനും കേൾക്ക്, ആ പാല് കുടിക്കുന്ന പൊന്നുമോൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ വാപ്പ ജുറൈജല്ല, മലഞ്ചരിവിലെ ഒരു ആട്ടിടയനാ. എന്നാ കുഞ്ഞു പോലും പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയുമോ? ഉമ്മയുടെ വിലയറിയാനാ. ഉമ്മയുടെയും വാപ്പയുടെയും മഹത്വം പഠിക്കടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഭാര്യമാര്, ഇന്നലെ കേറി വന്ന പെണ്ണിന് സ്വന്തം ഉമ്മയെക്കാൾ വില കൊടുക്കുന്ന ഭർത്താവേ, എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്ത് കാര്യം ചെയ്താൽ നിന്റെ ഉമ്മയോട് പറയടേ, നിന്റെ വാപ്പയോട് പറയടേ, അവരുടെ ദുആ നീ വാങ്ങണേ. ഇനി മരണപ്പെട്ടു പോയാൽ ഖബറിന്റെ ചാരത്ത് പോകടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, അതാ ചെരുപ്പിന്റെ ശബ്ദം പോലും ഖബറാളി കേൾക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ വലിയ വസല്ലമാതങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാഹ്, ഖബർ വിശാലമാക്കണേ അല്ലാഹ്. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. പാവപ്പെട്ട യതീമായ പെൺമക്കൾക്ക് വേണ്ടിയാണ്, പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ഒരു നല്ല സദക്ക നിങ്ങൾ എടുത്തോ. ഓസിന് കൊടുക്കണ്ട, വെറുതെ കൊടുക്കണ്ട. അസ്സദഖത്തു റദ്ദുൽ ബലാ. സദക്ക വിപത്തുകളെ തട്ടി മാറ്റുമെന്നോ. പടച്ചവനെ, വഅദിനിങ്ങോട്ട് കടന്നു വരുമ്പോ പടച്ചവനെ, ജുറൈജന്റെ ഒരു വീട്ടിലേക്ക്, സംഘാടക ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി. പടച്ചവനെ, ഒരു ചെറുപ്പക്കാർ, അല്ലാഹുവേ, അവസാനം ഇറങ്ങുമ്പോ ദുആ ചെയ്യാൻ എന്റെ കയ്യിലേക്ക് ഒരു സദക്ക വെച്ച് തരികയാ. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ചെറുപ്പക്കാരെ അറിയുമല്ലോ. പടച്ചവനെ, ആക്സിഡന്റ് പറ്റിയിട്ട് 2 പേരും കൂടെ സഞ്ചരിച്ചപ്പോ ആക്സിഡന്റ് പറ്റിയിട്ടല്ലാ. പടച്ചവനെ,
ഒരാൾ അല്ലാഹുവിന്റെ വിധിക്ക് മുന്നിൽ തലതാട്ടി യാത്രയായല്ലോ. പടച്ചവനെ, രണ്ടാമത്തെ ചെറുപ്പക്കാർ ഒരു കയ്യും കാലും പടച്ചവനെ നല്ലതുപോലെ അനക്കാൻ കഴിയാതെ, നല്ലതുപോലെ ഒന്ന് സംസാരിക്കാൻ കഴിയാതെ, ഒരാളുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാതെ വീടിന്റെ അകത്തിരിക്കുന്ന ചെറുപ്പക്കാരന് ഓർമ്മയുണ്ടോടാ പൊന്നുമോനെ? എന്റെ പ്രിയപ്പെട്ടവര്, 3 ചെറിയ മക്കളാണ്. 10-11 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള 3 ചെറിയ മക്കള്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഭാര്യയുടെ കണ്ണ് നിറയുകയാ. ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളുമായി നിരന്നിരുന്ന ചെറുപ്പക്കാരരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, നിനക്കും അങ്ങനെ ഒരു ഗതി വരാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയുമെന്ന് ലോകത്തിന്റെ നേതാവല്ലേ പറഞ്ഞത്. അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടണോ? നിന്റെ ജീവിതത്തിൽ നിന്ന് അപകടങ്ങൾ മാറണോ? മാരക രോഗങ്ങൾ മാറണോ? പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറണോ? ഒരു സദഖ എടുത്തിട്ട് കൊടുക്ക്. അല്ലാഹുവേ, ആരെല്ലാം ഒരു സദഖ കൊടുക്കുന്നോ അവനെ നീ കൈവിടല്ലേ അല്ലാ. അവനെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവനെ നീ വേദനിപ്പിക്കല്ലേ അല്ലാ.